ഇന്ന് കർക്കിടക വാവാണ് കേട്ടോ. അപ്പം ഇന്നൊരു ദിവസം ലീവ് എടുത്ത് ബലിയിടാൻ വേണ്ടിയിട്ട് തിരുനെല്ലിക്ക് പോവുകയാണേ. അപ്പം അച്ഛനും അമ്മയും മരിച്ചിട്ട് അമ്മ മരിച്ചിട്ട് 9 വർഷവും അച്ഛൻ മരിച്ചിട്ട് 2.5 വർഷം ആവുന്നു. അപ്പം അധികമൊന്നും ബലിയിടാൻ പറ്റിയിട്ടില്ല. കാരണം ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്രാവശ്യം എന്താണേലും ആങ്ങളെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബലിയിടാൻ പോകുമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കൂടെ വെള്ളിച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. മാനന്തവാടി വരാണ്ട് ഇറങ്ങി കേട്ടോ. രാവിലെ വെളുപ്പിനൊരു 6 മണി സമയം തോന്നുന്നുണ്ട്, 5:30-6 മണി സമയമാണ്. അപ്പോൾ ഞാനും ഏട്ടനും എൻ്റെ ആങ്ങളെയും അനിയത്തിയുടെ ഹസ്ബൻഡും ഞങ്ങൾ 4 പേരും കൂടിയാണ് കേട്ടോ തിരുനെല്ലിക്ക് പോകുന്നത്. രാവിലെ നല്ല മഴയുണ്ട്, കാറ്റുണ്ട്, നല്ല തണുപ്പാണ്. രാവിലെ എണീറ്റ് കുളിച്ച് ഇവിടുന്ന് തിരുനെല്ലി എത്തുന്നവിടം വരെ പിന്നെ ഏട്ടൻ്റെ വണ്ടിക്കായതുകൊണ്ട് കുഴപ്പമില്ല. വലിയ തണുപ്പൊന്നും അറിയാതെ അങ്ങ് വർത്താനമൊക്കെ പറഞ്ഞ് പോവുകയാണ്. അനിയത്തിയുടെ കെട്ടിയൻ മുമ്പിൽ പോകുന്ന വണ്ടിയിലെ പിള്ളേർ ഇങ്ങോട്ട് ടാറ്റ തരുന്നുണ്ട്, കൊഞ്ഞനും കുത്തുന്നുണ്ട്. അവൻ അങ്ങോട്ട് കൊഞ്ഞനും കുത്തി കാണിക്കും, ടാറ്റ കൊടുക്കുകയൊക്കെ ചെയ്യാണ്. കണ്ടോ, പിള്ളേർ പൂരം ചിരിയാണ് കേട്ടോ. പിള്ളേർ വേറെ എല്ലാ വണ്ടിക്കാർക്കും ടാറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. ആരും തിരിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരുമാണ് പ്രതികരിച്ചത്. ഇതിപ്പോൾ ഞങ്ങൾ കാട്ടിക്കുളം വഴിയാണ് കേട്ടോ പോകുന്നത്. തിരുനെല്ലിക്ക് കാട്ടിലൂടെ ഉള്ളൊരു യാത്രയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എളുപ്പം പോകാൻ വേണ്ടി സർവാണി വഴി പോകാം. അപ്പം സർവാണി വഴി പോകുമ്പം വലിയ ബ്ലോക്കും ഉണ്ടാവില്ല, തിരക്കും ഉണ്ടാവില്ല. അപ്പോൾ ആ വഴി പോകാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. മേ ബി പോലീസുകാർ കടത്തിവിടില്ലാന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ആ വഴി തന്നെ പോയി കേട്ടോ. ഇപ്പം അങ്ങോട്ടേക്ക് എത്തുന്നില്ല, അവിടെ വരെയുള്ള യാത്രയിലാണ്. മിത്ത കുട്ടികൾ ഇങ്ങനെ ടാറ്റ തന്നുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഇവർ തിരിച്ച് ടാറ്റ കൊടുക്കുന്നുണ്ട്. ഇത് സർവാണി വഴിയുള്ള യാത്രയാണ്. അപ്പോൾ സർവാണി വഴി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലേസ്. അവിടേക്ക് ഇഷ്ടംപോലെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. നല്ലൊരു സ്ഥലമാണ്. നല്ല എന്താ പറയുക, വീടുകളും ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം. ഇപ്പം നമ്മൾ ഈ പോകുന്ന വഴിയെ കാളിന്തിപ്പുഴ, എനിക്ക് കാളിന്തിപ്പുഴ എവിടെയാണെന്ന് അറിയുന്നത് ഇപ്പം അനിയത്തിയുടെ കെട്ടിയാൻ പറഞ്ഞപ്പോഴാണ് കേട്ടോ. ഈ കാണുന്നതാണ് കാളിന്തിപ്പുഴ. ശരിക്കും അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ആ പുഴയുടെ ഐതിഹ്യമൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും ഞങ്ങൾ വേഗം വണ്ടിയിൽ പാസ് ചെയ്ത് പോകുന്നത്. ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ തിരുനെല്ലിക്ക് പോകുന്ന ബസ്സാണ്. നല്ല തിരക്കാണ് കേട്ടോ ബലിയിടാൻ പോകുന്നവരുടെ. ഒത്തിരി നിർത്തി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്പീഡിൽ പോകണം, ഞങ്ങൾക്ക് പോയിട്ട് വേഗം വരണമല്ലോ. അവിടെ നിന്ന് മിക്കവാറും കർക്കിടകവാവിൻ്റെ ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. ചിലപ്പോൾ ക്യൂ അങ്ങ് താഴെ വരെയൊക്കെ നിൽക്കേണ്ടി വരും കേട്ടോ. അവിടെ ഞങ്ങൾ എങ്ങും തൊടാതെ പോവുകയാണ്. അപ്പോൾ വരുമ്പോൾ എനിക്ക് ആ പുഴയുടെ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ പോകുന്ന ബസ്സിലൊക്കെ നല്ല തിരക്കാണ്. പുറകിലും ഒത്തിരി വണ്ടികൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ റൂട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വണ്ടികൾ വരുന്നത് കാണുന്നില്ല, പക്ഷെ അങ്ങോട്ടേക്ക് ഒത്തിരി വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ പുറകിലൊക്കെ കണ്ടില്ല, ഒത്തിരി വണ്ടികളുണ്ട്. എല്ലാം തിരുനെല്ലിക്ക് പോകുന്ന വണ്ടികളാണ്. അവിടെ എത്തി ആദ്യം കണ്ട പാർക്കിങ്ങിൽ തന്നെ കയറ്റി ഞങ്ങൾ നടന്നു. കാരണം ഇനി മുമ്പോട്ട് വണ്ടി കൊണ്ടുപോയാൽ അങ്ങ് ദൂരെ കൊണ്ടുപോകേണ്ടി വരും. ഞങ്ങൾ ആദ്യം കണ്ട പാർക്കിങ്ങിൽ വണ്ടി കയറ്റിയിട്ട് നടന്നു പോകുന്നത് കേട്ടോ മുകളിലോട്ട്. ഇത് പാപനാശിനി, ഇവിടെ മുന്നെയാണ് നമ്മൾ ബലിയിടുന്നത്. അപ്പം ഒത്തിരി അമ്പലത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ ബലിയിട്ട് വന്ന് താഴെ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. കാരണം ബലിയിടുന്ന അവിടെ വിഷ്വൽസ് എല്ലാവരുടെയും സ്വകാര്യതകളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും ഞാൻ ക്യാമറ ഉണ്ടായില്ല. ഇത് ഞങ്ങൾ തുണി വഴിയിൽ മറന്നു വെച്ചിട്ട് ഏട്ടൻ പോയി തിരിച്ചെടുത്തിട്ട് വരുന്നതാണ് കേട്ടോ. അത് ഞങ്ങൾ നടന്നു വരുമ്പോഴാണ് യൂട്യൂബറായ സുഭാഷ് മുളേരി പായസം വെക്കുന്നൊരു കടയുണ്ടല്ലോ തിരുനെല്ലി. അപ്പോൾ അവിടെ നിന്ന് മുളേരി പായസം കുടിക്കുകയാണ്. ഞങ്ങൾ 4 പേരും കൂടെ കുടിച്ചു. ഞാൻ വെറുതെ ഗ്ലാസ് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ഏട്ടൻ ചേഴ്സ് പറയുന്നതാണ്. മുളേരി പായസവും കുടിച്ച് ഞങ്ങൾ നടന്ന് വന്ന് കാറെടുത്ത് പോരുവാണ്. വലിയിട്ടിട്ടുള്ള വരവാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ താഴത്തെ വഴിയാണ് വരുന്നത്. ഇതാണ് ശരിക്കും കാളിന്തിപ്പുഴ. വരുന്ന വഴി മൊത്തം ഉണ്ടായിരുന്നു, പക്ഷെ കറക്റ്റ് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വണ്ടിയിൽ വേഗം പോരുമായിരുന്നു. വരുന്ന വഴിക്ക് റംബൂട്ടാൻ കണ്ടു. അപ്പം റംബൂട്ടാൻ കുറച്ച് മേടിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്ത് വണ്ടി നിർത്തിയിരിക്കണതാണ് കേട്ടോ.